യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നീ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത്. നമ്മൾ പാപം ചെയ്താലും ഇല്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പാപം ചെയ്യുന്ന കാണുമ്പോൾ നീറുന്ന മുറിഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടെ സ്നേഹിക്കുകയാണ്. ഇനി ആരെങ്കിലും നരകത്തിൽ നശിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പാപത്തിന്റെ പരമായിട്ടല്ല, മറിച്ച് പാപത്തെക്കുറിച്ച് പശ്ചാത്തലം ചെയ്തിട്ട് പറയാത്തതുകൊണ്ടാണ്. യൂദാസ്കറിയാത്ത നരകത്തിൽ നശിച്ചത് കുറ്റപ്പെടുത്തുകൊണ്ടല്ല, അനുദപിച്ച് ഈശ്വര പക്കലെത്തിയ പാപം ഏറ്റു പറയാത്തതുകൊണ്ടാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 33ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകൾ 1ാമത്തെ യാചന നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണം. ദൈവത്തിന്റെ നാമം നമുക്ക് ഏറ്റവും ഹൃദ്യമായ, ഇമ്പകരമായ, സ്നേഹം നിറഞ്ഞ ദൈവ സാന്നിധ്യമായിട്ട് നമ്മുടെ ഉള്ളത്തിന് നമുക്ക് എടുക്കാൻ പറ്റണം എന്ന് നമ്മൾ കാണുകയായിരുന്നല്ലോ. ഇപ്പൊ സാത്താൻ വരുത്തിയതായ വികരമായ ധാരണ CCC 399 പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അതുവഴി വന്ന വികരമായ ധാരണയെ ഈശോ മാറ്റുന്നു തന്നെ നിരവധിയായ പ്രബോധനങ്ങളിലൂടെ. പിശാചിനെ കൊടുത്ത് നശിപ്പിക്കാൻ ഈശോ ഉപയോഗിച്ച പ്രധാനപ്പെട്ട മാർഗങ്ങൾ പ്രബോധനങ്ങൾ. ലൂക്കാ 15:3 ഉപമകൾ നമ്മൾ കാണുകയായിരുന്നു. സന്തോഷിച്ച് തോളിലേറ്റുന്നതും കണ്ടുകിട്ടുവോളം പുറകെ വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ധാരണ കൃത്യമാക്കണം. യോഹന്നാൻ 17:3 പറയുന്നത് ദൈവത്തെ അറിയണം, പിതാവാരാണ്. ആ അറിവ് വെച്ചാണ് നമുക്ക് അടുത്ത് വരേണ്ടത്. സാത്താൻ എപ്പോഴും നമ്മുടെ പാപത്തിലേക്ക് വീഴിക്കാനായിട്ട് പ്രലോഭിക്കും. വളരെ മധുരമുള്ള കൃത്യമായ വശീകരിക്കുന്ന ആശയങ്ങൾ പ്രേരണ ഇട്ട് തന്നുള്ള ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പടം പറിച്ച് നിന്നാൽ കണ്ണ് തുറക്കും, ദൈവത്തെ പോലെ ആകും, അത് അഭികാമ്യമാണ്, രുചിയുള്ളതെന്നൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത പോലെ നമ്മളെ പാപത്തിരിക്കാൻ സാധാരണ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എവിടേക്ക് നമ്മളൊന്ന് വീട് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, കുഴി വീണ പന്നിക്ക് തടിയും മുട്ടിയും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി നിരാശപ്പെടുത്തി തെറ്റി കയറാത്ത അവസ്ഥയിൽ പെടുത്തിയിടും. അങ്ങനെ അവൻ പീഡിപ്പിക്കും, എന്നിട്ട് പിന്നെയും പാവത്തിൽ പിടിക്കാൻ നോക്കും, അവന് കുറ്റപ്പെടുത്തും. ഇതാണ് സാത്താന്റെ ശൈലി. അതേസമയം ദൈവം ചെയ്യുന്നത് എന്താണ്? ദൈവം നമ്മളെ പാപത്തിലേക്ക് പോകരുതേ മക്കളെ എന്ന് പറയും. പക്ഷെ ഒരിക്കലും നമ്മളെ പേടിപ്പിക്കുകയല്ല, ഭീഷണിപ്പെടുത്തുകയല്ല, സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എന്നിട്ട് പാപത്തിലേക്ക് പോകുന്ന കണ്ടോണ്ട് വേദനിച്ച് ദൈവം ഒപ്പം നിൽക്കും, കൂടെ വരാൻ നോക്കും. മക്കളെ വേണ്ട എന്ന് കൊണ്ട് പേർന്ന് അതുകൊണ്ട് എപ്പോഴെങ്കിലും പാപത്തിൽ വീണ് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും കുറ്റപ്പെടുത്താതെ തോളത്തെടുക്കാൻ വേണ്ടി കൂടെ വരുന്നു തമ്പുരാൻ. അവിടെ നമ്മൾ പാപത്തിന്റെ അനുഭവങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ പക്കത്ത് അകന്നു പോകാനുള്ള അനുഭവമല്ല, ദൈവത്തിന്റെ സ്നേഹം അറിയാനുള്ള അനുഭവം, അവസരങ്ങൾ നമുക്ക് തരുന്നുള്ളതാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. തൂർത്തമത്തന് കിട്ടിയതുപോലെ ഒരു ക്രഷിങ് എംബ്രേസ്, എല്ലൊക്കെ ഞെരിഞ്ഞു പോകാൻ മാത്രമുള്ള ഒരു ആലിംഗന അനുഭവം അപ്പൻ്റെ ഇത് മൂത്ത മകൻ ഒരിക്കലും കിട്ടി കാണുകയില്ല. കാരണം അവനെപ്പോഴും കൂടെയുണ്ട്, എന്നും അവനെ അപ്പം ഹഗ് ചെയ്യുന്നുണ്ടാവും, രാവിലെയും വൈകുന്നേരം ഒക്കെ. പക്ഷെ അവന് കിട്ടിയ പോലെയല്ല ഇളയവന് കിട്ടി, അതുപോലത്തെ അവൻ നഷ്ടപ്പെട്ടവൻ തിരിച്ചു വരികയാണ്. അപ്പം അങ്ങനത്തെ ഒരു ആലിംഗനമാണ് ദൈവം നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്, കരുതി വെക്കുന്നത്. നമ്മൾ പാപത്തിൽ പോകുമ്പോൾ ഈ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ പാപത്തിന്റെ അനുഭവം ഒരിക്കലും നമ്മളെ കുറ്റബോധം, നിരാശ, കലക്കം, ദൈവത്തിന് അകന്നു പോകാനുള്ള പ്രേരണ അല്ല തരേണ്ടത്. അങ്ങനെ പ്രേരണ ചിന്ത വന്നാൽ സാത്താൻ നമ്മൾ നയിക്കുന്നത്. മറിച്ച് പാപത്തിന്റെ ഏത് അനുഭവവും നമുക്കുണ്ടാക്കേണ്ടത് പാപബോധം, പശ്ചാത്താപം, ദൈവകണ്ണിലേക്ക് വരാനുള്ള സന്നദ്ധത, കാരുണ്യ അനുഭവം, ആലിംഗനം. സുഹൃത്തുക്കളുടെ വീട്ടിൽ ആഘോഷ സദ്യയാണ്, വിവാഹ വിരുന്നാണ്, വലിയ വിരുന്നിന്റെ അനുഭവമാണ് അവിടെ. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നയിക്കുമ്പോഴത്തെ അനുഭവം. പാവബോധം, സ്വബോധം ഉണ്ടാവുക, തിരിച്ചറിയുക, തിരിച്ചു വരിക, ചങ്ങത്തോട് വരിക, ആ സ്നേഹം അനുഭവിക്കുക. ഈ 2 ട്രാക്കിൽ ഏതിന്റെ പ്രബോധം ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ പോകുന്ന 1ാമത്തെ ട്രാക്കിലൂടെ പാപം ഒന്നും ഉണ്ടാകാതിരുന്ന് നമ്മൾ വിചാരിക്കും ഇപ്പം ഞാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തലക്കാരം കൂടുതൽ തലമൊക്കെ പിടിച്ച് പള്ളി കയറിച്ച് രൂപത്തിൽ നോക്കും. ആൾക്കാരെ പിന്നെ നടക്കും, ഞാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തന്നെ പറയും കുറേ നാളുകളായിട്ട് ആ തർക്കദോഷമൊന്നും ഉണ്ടാകുന്നത് ഞാനൊക്കെ മറികടന്നു. അപ്പം നമ്മളുടെ പ്രവൃത്തിയുടെ കരുത്തേലാണ് നമ്മൾ നമ്മളൊക്കെ പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നീ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത്. നമ്മൾ പാപം ചെയ്താലും ഇല്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
പാപം ചെയ്യുന്ന കാണുമ്പോൾ നീറുന്ന മുറിഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടെ സ്നേഹിക്കുകയാണ്. അതാണ് വ്യത്യാസം. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അവിടെ നമുക്ക് ഈ തെറ്റായ ധാരണ, ഇപ്പം നമ്മുടെ പുണ്യത്തെ ആശ്രയിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മേലെ നേരെ നിൽക്കുന്നെങ്കിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാനുള്ള മിടുക്ക് നേടിയെടുക്കുന്നതെങ്കിൽ, എന്തെങ്കിലും പാപത്തിൽ വീണാൽ അന്ന് മുഴുവൻ തീർന്നു. ഇത് സാത്താന്യ കെണി അവിടെയാണ് നമുക്ക് തപ്പായിട്ട് കിട്ടുന്നത്. അവിടെ ആ കെണിയെ മറികടക്കണം. പാപം ചെയ്തു പോയാൽ അന്ന് അപ്പായുടെ ചങ്കത്തോട്ട് കൂടുതൽ തീവ്രതയോടെ തകർന്ന് എല്ലാം വിട്ടുകൊടുത്ത് കയറി ചെല്ലാം. മുദ്രേസ പറയുന്നുണ്ട്, യൂദാസിന്റെ സ്ഥാനത്ത് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ ഇടവന്ന് എനിക്കായിരുന്നെങ്കിലും മരത്തെ പോയി തൂങ്ങുന്നവന് കർത്താവിന്റെ കഴുത്തെ പോയി തൂങ്ങിയാനേ. അങ്ങനെ മുദ്രേസ പറയുന്നത്. കാരണം ഈശോയുടെ സ്നേഹം അറിഞ്ഞ വ്യക്തിയെ മുദ്രേസ അവരുടെ മുദ്രേസയുടെ ആത്മകഥയുടെ അവസാനത്തെ ഖണ്ഡിക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൂർത്തിയാകാത്ത ഒരു ആത്മകഥയാണ്. എഴുതി മരണക്കിടക്ക് കിടക്കുമ്പോഴാണല്ലോ മദർ ആവശ്യപ്പെട്ട് ആത്മകഥ എഴുതുന്നത്. എഴുതി വന്നപ്പോഴേക്കും പെൻസിൽ കൈ താഴെ പോയി, പിന്നെ എഴുതാൻ ഒരു കിട്ടിയില്ല. അങ്ങനെ കുറച്ച് മരിച്ചു. പക്ഷേ കൈ താഴെ പോയി പെൻസിൽ 3 ദിവസം കഴിഞ്ഞ് മദർ വന്ന് വായിച്ച് കേൾപ്പിച്ചു, മോളെ നീ ഇത്രമാണ് എഴുതി, ബാക്കി എന്നാ ചെയ്യേണ്ടത്. അപ്പൊ അവസാനം എഴുതിയ ഖണ്ഡികയുടെ ആരംഭം ഇങ്ങനെയാണ്: ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധ്യമായ സകല പാപങ്ങളും ചെയ്യാൻ ഇടവന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ പോലും എന്റെ മരണസമയത്ത് ഈശോ വരുന്നത് കാത്ത് ഇതേ സ്നേഹത്തോടെ ഞാൻ കിടന്നേനെ. കാരണം അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ആ ദൈവസ്നേഹത്തിന്റെ ചിത്രം എനിക്ക് നന്നായിട്ട് അറിയാം. തോർത്തവത്തിന്റെ ഉപമയും പാപിനെ സ്വീകരിക്കുന്ന ആ അനുഭവമൊക്കെ വഴിയായിട്ട് അവിടുന്ന് വെളിപ്പെടുന്ന സ്നേഹം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പത്രസ്യ അങ്ങനെയാണ് ഖണ്ഡിക എഴുതുന്നത്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് മനസ്സിലായി പോയി അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ബാക്കി എഴുതി ചോദിക്കുമ്പോൾ പത്രസ്യ പറയും, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല അമ്മ, ഒരു കഥ അമ്മയിൽ ചേർക്കണം. അതിന്റെ അവസാനത്തിന് എന്താണ് ആ കഥ ഇങ്ങനെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ മരുഭൂമിയിലെ താപസ പിതാക്കന്മാരുടെ ചരിത്രങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു കഥ ഇവർക്കിടയിൽ സംസാരിക വിഷയം പറഞ്ഞു കേട്ടിട്ടുണ്ട് കുതിരശ. അപ്പൊ ആ കഥ ഓർപ്പിച്ചു കൊടുക്കുകയാണ്. കഥ ഇങ്ങനെയാണ്: വനവാസിയായ ഒരു പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആ പിതാവ് ഇങ്ങനെ അടുത്തുള്ള ഗ്രാമത്തിലൊരു വൃത്തികെട്ട അവസ്ഥ ജീവിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അത്രേ. ആ സ്ത്രീയുടെ കുപ്രസിദ്ധി ഇങ്ങനെ പ്രസിദ്ധമായപ്പോൾ അത് കേട്ടിട്ട് ഈ താപസ പിതാവ് ആ സ്ത്രീയെ ചെന്ന് കണ്ടിട്ട് സംസാരിച്ച് മാനസാന്തരപ്പെടുത്തി കുമ്പസാരിപ്പിച്ച് പാവമോചിപ്പിച്ച് ഈ വിശുദ്ധമായ ജീവിതം കണ്ട ആ തീക്ഷണത്തിൽ ഈ സ്ത്രീ തന്റെ പാപം എല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധനെ പോലെ താനും കാട്ടിപ്പോയി വനത്തിപ്പോയി തപസ് ജീവിക്കാൻ പോവുകയാണ്. തീരുമാനമെടുത്ത് യാത്രയായി താപസ പിതാവ് തന്റെ കാട്ടിലെ ഗുഹയിലേക്ക് പോയി. പക്ഷെ അന്ന് രാത്രിയിൽ ഈ സ്ത്രീ മരിക്കുകയാണ്. അങ്ങനെ സ്ത്രീ മരിക്കുമ്പോൾ ഈ താപസ പിതാവ് തന്റെ ഗുഹയിൽ നിന്ന് ദർശനം കാണുകയാണ്. മാലാഖമാർ ഈ സ്ത്രീയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതാണ് കഥ. അപ്പൊ ഇതാണ് കൊച്ചുറിന്റെ ആത്മകഥയിൽ അവസാനമായിട്ട് ചേർക്കാനായിട്ട് മദറോട് ആവശ്യപ്പെട്ടത്. ഒന്ന് ഓർക്കണം, ഒരു മാരകപാപം പോലും ചെയ്യാതെ ജീവിച്ചിട്ടുണ്ട് അവകാശപ്പെട്ട ഒരു വിശുദ്ധ കൊച്ചുറേസ്യ. അങ്ങനെ ഒരു മാരകപാപം പോലും ഇല്ലാതെ ജീവിച്ച കൊച്ചുറേസ്യ തന്റെ ആത്മകഥയുടെ അവസാനത്തില് എഴുതി ചേർത്തിരിക്കുന്ന കഥ ജീവിതകാലം മുഴുവൻ പാപത്തിൽ മുഴുകി ജീവിച്ച ഈ ഘട്ട പാപിനിയുടെ ദൃഷ്ടാന്തമാണ്. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിന് ദൈവം മാരകപാപത്തെ സംരക്ഷിച്ചത് കൊണ്ട് എനിക്ക് ഇത്ര നിർവിശങ്കമായ ആശ്രയത്വം ദൈവത്തിലുള്ളതെന്ന് വായനക്കാർ വിചാരിച്ചേക്കും. അതങ്ങനെ അല്ല, നമ്മ തിരുത്തി കൊടുക്കണം അമ്മേ. അതുകൊണ്ട് അമ്മ ഈ കഥ എഴുതി ചേർക്കണം. അങ്ങനെയാണ് ആത്മകഥ അവിടെ എഴുതിയ ഭാഗം അവസാനിക്കുന്നത്. നവമാലിക എന്നുള്ള ആത്മകഥയുടെ അവസാനത്തെ അധ്യായം ഒരു അനുബന്ധമായിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ പ്രസാദത്തിൽ കൂടി ചേർത്തിരിക്കുന്നതാണ്. അപ്പൊ നോക്കിക്ക്, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ വേദപാരംഗതയുടെ അടുത്താരെയുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യ ആ ദൈവസ്നേഹത്തെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടോ. അപ്പൊ നമ്മുടെ പാപത്തിന്റെ ആധിക്യമോ അതിലേക്ക് നോക്കിയിട്ട് പാപം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല നമ്മളെ സ്നേഹിക്കണോ വേണ്ടിയോ എന്ന് നല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മൾ പാപം ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ദൈവത്തിന്റെ പൊന്നോമനകളാണ്. പാപം ചെയ്യുമ്പം ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ നേർക്ക് കൂടുതലും വേദനയോടെ ത്രസിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്നേഹത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ പാപമൊന്നും ഇല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിച്ച് കൂടെ ആയിരിക്കുക. പാപത്തിൽ പെട്ടുപോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ തീവ്രമായ ആലിംഗനം സ്വീകരിക്കാനായിട്ട് ഓടി തമ്പത്തോട്ട് വരിക. ഇതാണ് നമുക്കുള്ള സ്ഥാനം. സ്വർഗത്തിലെ തമ്പരം ഭൂമി പ്രതീക്ഷ വഴി പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയണം. ഈ ദൈവത്തെ അനുഭവിച്ചറിയണം. പാപമല്ല പ്രശ്നം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നുണ്ട്, പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാൽ മതി, അവിടെ നിന്ന് എല്ലാം ഏറ്റെടുക്കും. അവിടെ തന്നെ 7-ാം വാക്യത്തിന് അവസാനം പറയുകയാണ്, അവിടുത്തെ രക്തം
നമ്മുടെ എല്ലാ പാപവും ശുദ്ധീകരിക്കും. ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. ഇത് 2-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയാണ്, കുഞ്ഞുമക്കൾ നിങ്ങൾ പാപം ചെയ്യരുത്, ചെയ്തിരിക്കാൻ വേണ്ടി എഴുതുന്നത്. ഒരു വീണ്ടും അപസരം എഴുതി കാണും. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ, ഇനിയും പാപം ചെയ്യണം വന്നാലും നമുക്കൊരു മാധ്യസ്ഥനുണ്ട് സ്വർഗത്തിലെ പിതാവിന്റെ അടുത്തിൽ നമുക്കൊരു മാധ്യസ്ഥം വഹിക്കുന്നത് യേശുക്രിസ്തു. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രം ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. ഇത് വെച്ചാൽ എൻ്റെ മാത്രമല്ല, ലോകം മുഴുവന്റെയും മാംസം മുങ്ങാത്തവരുടെയും സകല മനുഷ്യർക്കുള്ള ഏക പരിഹാര ബലി ഈശ്വര പരിഹാര ബലി. അങ്ങനെ പരിഹാര ബലി വേറെ ഇല്ല, വേറെ പരിഹാര ബലിയില്ല, രക്ഷകനില്ല, ഏക രക്ഷക ഈശ്വരൻ നമുക്കറിയാം. അപ്പൊ ഇതുവരെ ഞാൻ ചെയ്ത പാപങ്ങളുടെ മാത്രമല്ല, ഇനിയും എൻ്റെ ജീവിതത്തിലെ മരണം വരെ സാധ്യത പാപങ്ങളുടെ പോലും പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ ഓർത്ത് നോക്കിക്കേ, ഇതുവരെയുള്ള പാപം ഏറ്റു പറഞ്ഞു, ഇനിയുള്ള പാപങ്ങൾ എത്ര ചെയ്താലും അതിൻ്റെയും പരിഹാരം ചെയ്ത് കഴിഞ്ഞതാണ്. അങ്ങനെയാണ് ഇനി എത്ര പാപം ചെയ്താലും അതിൻ്റെ ഒന്നും പേരില് പരിഹാരം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നരകത്തിൽ പോകാൻ പറ്റുകയല്ല എന്ന് തന്നെ പറയാൻ പറ്റും. കനിഷ്ഠ പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ആരെങ്കിലും നരകത്തിൽ നശിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പാപത്തിന്റെ പരമായിട്ടല്ല, മറിച്ച് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റു പറയാത്തത് കൊണ്ടാണ്. യൂദാസ്കറിയാത്ത നരകത്തിൽ നശിച്ചത് ഒറ്റുകൊടുത്തോണ്ടല്ല, അനുദപിച്ച് ഈശ്വര പക്കലെത്തിയ പാപം ഏറ്റു പറയാത്തത് കൊണ്ടാണ്. ഈശ്വര പക്കലെത്തി അനുദപിച്ച് മുട്ടുകുത്തി ആ കയറുമായിട്ട് മരത്ത് തൂങ്ങാൻ പോകുന്നതിന് പകരം മരത്തിന് ചുറ്റി മുട്ടുകുത്തിയിട്ട് ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതിയായിരുന്നു. ഈശോ ചേർത്ത് പിടിച്ച്, ഈശോ അവിടെ പ്രദർശപ്പെട്ടേനെ, യൂദാസ് ചേർത്ത് പിടിച്ചേനെ, യൂദാസ് അറിയാത്ത എന്ന വിശ്വത്തിനെ അടുത്താൽ നമുക്കിത് കിട്ടിയേനെ. മത്തായി 27 പറയുന്നുണ്ട്, യൂദാസ് പശ്ചാത്തപിച്ച് പാപം ഏറ്റു പറഞ്ഞു എവിടെ പുരോഗമനം ഒക്കെ ചെന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്നാ വേണം, നീ പോയി ഇതിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി തൂങ്ങിച്ചാകുകയാണ്. അതുകൊണ്ട് ആ ഏറ്റുപറച്ചില് പശ്ചാത്തപിച്ചിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഈശ്വര മക്കനാണ്. ഈശ്വര മക്കൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ അവിടുന്ന് ഈശോ അത് ചേർത്ത് പിടിച്ചത്. പറയുന്നത് യൂദാസിന്റെ സ്ഥാനത്ത് ഈശോ ഒറ്റിക്കൊടുത്ത് ഞാനായിരുന്നെങ്കിലും മരത്തെ പോയി തൂങ്ങുന്ന കഴുത്തെ പോയി തൂങ്ങിയാനെ. ആ ഒരു അറിവ് ദൈവത്തെക്കുറിച്ച് നമുക്ക് വേണം. അങ്ങനെ ആ അറിവ് അനുഭവമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറുമ്പോഴാണ് നമ്മൾ ദൈവം എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയുക എന്നുള്ള സങ്കീർത്തനം 34:8 പൂർത്തിയാക്കുക. അങ്ങനെ അറിയുന്ന വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ നാമം പൂജിതമാകുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഈശോ തന്നെ പോകുന്നത് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വിശുദ്ധര് അനുഭവിച്ച് പങ്കുവെക്കുന്ന ഒക്കെ നമുക്കിങ്ങനെ ധ്യാനിച്ചെടുക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് എപ്പോഴൊക്കെ ഇനി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ മാധുര്യത്തിന്റെ അനുഭവം, ദൈവനന്മയുടെ അനുഭവം കൊണ്ട് നിറഞ്ഞ് കുതിർന്നായിരിക്കണം അത് നമ്മൾ പറയേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.